ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയിരുന്ന രാപ്പകൽ സമരം തീരുകയാണ്. സമരം ഇനി ജില്ലാ തലത്തിൽ തുടരും. കുറഞ്ഞ പ്രതിഫലം 21,000 രൂപയാക്കണം എന്നുള്ള ആവശ്യം നേടുന്നതുവരെ സമരം തുടരുമെന്നാണ് സമരസമിതിയുടെ പ്രഖ്യാപനം. ആശാ വർക്കർമാർ ദയനീയ നിലയിൽ 266 ദിനരാത്രങ്ങൾ സംസ്ഥാന ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്താനിടയാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരൊറ്റ പിടിവാശി തന്നെയാണ്. സർക്കാരിൻ്റേതല്ല, മുഖ്യമന്ത്രി വിജയൻ്റെ എന്ന് വേണം എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ തമ്മിൽ കണ്ട് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞത് ആശാ വർക്കർമാരുടെ ഓണറേറിയം നിശ്ചയിക്കേണ്ടതും നൽകേണ്ടതും കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ ലക്ഷ്യമിട്ട് സമ്പൂർണ്ണ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്നുള്ള വ്യാജ പ്രഖ്യാപനം നടത്താനുള്ള തിരക്കിൽ ആശാ വർക്കർമാർക്ക് 1000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ചു. കേന്ദ്രമാണ് പണം നൽകേണ്ടത് എന്നുള്ള വാദം നുണയാണ് എന്ന് ഈ പ്രഖ്യാപനത്തിലൂടെ സർക്കാരും മുഖ്യമന്ത്രിയും സമ്മതിക്കുക തന്നെയായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇത്രയും നാളുകൾ ഈ പാവം സ്ത്രീകളെ മഴയത്ത് നിർത്തിയത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സമരത്തിൻ്റെ വലിയ നേട്ടങ്ങളിൽ പ്രധാനം സംസ്ഥാന സർക്കാരിനാണ്. ആശാപ്രവർത്തകരുടെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് എന്ന് തെളിഞ്ഞതാണ് സമരസമിതി നേതാവ് MA ബിന്ദു പ്രസ്താവിച്ചത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിലപാടുകളെ സമരക്കാർ പ്രശംസിക്കുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തലിൽ പലവട്ടം വന്ന് സംസാരിച്ചു. ഇതിൻ്റെ ഫലമായി ലോക്സഭയിലും രാജ്യസഭയിലും ദീർഘനേരം ചർച്ച നടത്തി. ഇതേ തുടർന്ന് 1500 രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, വിരമിക്കുമ്പോൾ ഓരോ ആശാ വർക്കർമാർക്കും 50,000 രൂപയുടെ ആനുകൂല്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചുവെന്ന് സമരക്കാർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന നുണപ്രചാരണങ്ങളിൽ ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ് ആശാ സമരത്തിൻ്റെ പരിസമാപ്തിയിലൂടെ. ആശാ വർക്കർമാർ തങ്ങളുടെ പ്രതിഷേധം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ആശാ സമരത്തെ അവഹേളിച്ച സർക്കാരിന് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഓരോ വാർഡിലും ക്യാമ്പയിനുമായി ഇറങ്ങാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. പ്രതിഷേധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കേരളപ്പിറവി ദിനമായ നവംബർ 1 പ്രതിജ്ഞാ റാലി സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ സ്ത്രീ വിരുദ്ധതയും തൊഴിലാളി വിരുദ്ധതയും സമരത്തിലൂടെ തുറന്നു കാട്ടുവാൻ കഴിഞ്ഞതായി സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുകയാണ്. സംസ്ഥാനത്തെ പൊതുജന ആരോഗ്യ സംവിധാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ആശാ വർക്കർമാർ കുറഞ്ഞ ഓണറേറിയം, മതിയായ ആനുകൂല്യങ്ങളില്ലായ്മ, ജോലിഭാരം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് മാസങ്ങളായി സമരം നടത്തിക്കൊണ്ടിരുന്നത്. തുച്ഛമായ ഓണറേറിയത്തിനാണ് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത്. തങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കുക, സ്ഥിരമായി പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൻ്റെ കാതൽ തന്നെ. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അധികൃതർ പലതവണ അവഗണിച്ചുവെന്നും സമരത്തെ നിസ്സാരവൽക്കരിച്ചുവെന്നും ആശാ വർക്കർമാർ പറയുകയാണ്.